മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 21:20 ധ്യാനിക്കും. ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 21 വേഴ്സ് 20. ഒരിക്കലൊരു രക്തവ്യാപാരിയും അയാളുടെ ഭൃത്യനും കൂടി ദീർഘയാത്ര പോയി. കുതിരപ്പുറത്തായിരുന്നു യാത്ര. ഏറെ നേരെ യാത്ര ചെയ്ത് ഒരു കാട്ടിൽ അവരെത്തി. യാത്രാക്ഷീണം ഇതുവരെയും രണ്ടുപേരെയും വല്ലാതെ വലിക്കുന്നുണ്ട്. കുതിരയും ക്ഷീണിച്ചു തുടങ്ങി. അവിടെ തൽക്കാലം വിശ്രമിച്ച ശേഷം യാത്ര തുടരാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ മരച്ചുവട്ടിൽ അവർ വിശ്രമിക്കാനിരുന്നു. കുതിരയെ അടുത്തു കണ്ട മരത്തിലും കെട്ടി. കവർച്ചക്കാർ ധാരാളമുള്ള കാടാണ് അതെന്ന് മനസ്സിലായ വ്യാപാരി കുതിരയെ പ്രത്യേകം സംരക്ഷിക്കണമെന്ന് ഭൃത്യനെ ചുമതലപ്പെടുത്തി. പിന്നീട് വ്യാപാരി പുതപ്പ് വിരിച്ച് പുൽപ്പുറത്ത് ഉറങ്ങാൻ കിടന്നു. ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴാണ് ഭൃത്യനെയും കുതിരയെയും കുറിച്ച് ഓർത്തത്. പരിഭ്രമത്തോടെ ചാടി എഴുന്നേറ്റ് ഭൃത്യന്റെ അടുത്തെത്തി. അയാൾ മരത്തിലെന്തോ ചിന്തിച്ചിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ വ്യാപാരിക്ക് ആഹ്ലാദമായി. അയാൾ ഭൃത്യനോട് ചോദിച്ചു, നീ ഇപ്പോഴെന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അടിയനീ നീലാകാശത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇത്ര മനോഹരമായ താരങ്ങളെയും പൂനിലാവ് വഴിഞ്ഞൊഴുകുന്ന ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച ദൈവമെന്ന മഹാശില്പിയെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നു. വ്യാപാരിക്ക് സന്തോഷമായി. ഉറക്കമൊഴിഞ്ഞിരിക്കുവാൻ ഭൃത്യന് നല്ലൊരു വിഷയം കിട്ടിയത്. തനിക്കിന് സ്വസ്ഥമായി ഉറങ്ങുകയും ചെയ്യാം. അയാൾ ഉള്ളിൽ ഉയർന്ന ആനന്ദം മറച്ചുവെച്ച് പറഞ്ഞു, നല്ല ചിന്തയാണ്, നീ അങ്ങനെ ഇരുന്ന് ചിന്തിക്കൂ, കുതിരയെ നോക്കുകയും വേണം. അങ്ങനെ പറഞ്ഞ് വ്യാപാരി വീണ്ടും ഉറങ്ങാൻ പോയി. ഒരു ഉറക്കത്തിന് ശേഷം വീണ്ടും അയാൾ ഉണർന്നു. കുതിരയെ കുറിച്ച് ഓർത്തപ്പോൾ അയാളുടെ ഉറക്കത്തിന് ഭംഗമുണ്ടായി. വേഗം നടന്ന് ഭൃത്യന്റെ അടുത്തെത്തി. അയാൾ ഇപ്പോഴും എന്തോ ചിന്തയിലാണ്. വ്യാപാരി ചോദിച്ചു, നീ ഇപ്പോഴെന്താണ് ചിന്തിക്കുന്നത്? അടിയൻ ഈ കാട്ടിൽ വളർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എത്ര വലിയ പരിപാലനയാണ് ദൈവം അവയോട് കാണിക്കുന്നത്. എന്നാൽ നമ്മൾ വീട്ടിൽ ഒരു മരം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അവയ്ക്ക് എത്ര വലിയ സംരക്ഷണം നൽകേണ്ടി വരുന്നു. അന്നേരം അവന്റെ ചിന്ത യജമാനെ സന്തോഷിപ്പിച്ചു. അയാൾ പറഞ്ഞു, നീ ഒരു വലിയ ചിന്തകനായി ജനിക്കേണ്ടതായിരുന്നു. നല്ല ചിന്തകളാണിതെല്ലാം. കുതിരയെക്കുറിച്ച് മറക്കാതിരിക്കുക. ഇത് പറഞ്ഞ് വ്യാപാരി വീണ്ടും ഉറങ്ങാൻ പോയി. ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ പഴയതുപോലെ ഭൃത്യന്റെ കാര്യമോർത്ത് അയാളുടെ ചാരത്തേക്ക് നടന്നു. അപ്പോഴും ഭൃത്യൻ ചിന്തയിലാണ്. പുതിയ വിഷയം എന്നറിയാൻ വ്യാപാരിക്ക് കൗതുകമായി. അയാൾ ചോദിച്ചു, നീ ഇപ്പോൾ ചിന്തിക്കുന്ന വിഷയം എന്താണ്? ഭൃത്യൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാന്ന് പറഞ്ഞു, അടിയൻ ചിന്തിക്കുകയായിരുന്നു, അങ്ങ് ആയുധവാഹിയായിരുന്നിട്ടും ഞാനിവിടെ ഉറക്കമിളച്ചിരുന്നിട്ടും എങ്ങനെയാണ് കള്ളന്മാർ നമ്മുടെ കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്ന് ചിന്തിക്കുകയായിരുന്നു. അതാണ് അദ്ദേഹം അപ്പോൾ പറഞ്ഞത്. നമ്മുടെ ചിന്തകളാണ് കാര്യങ്ങളെ നന്മയോ തിന്മയോ ആക്കി മാറ്റുന്നത് എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.